ഇത് കോഴിയൊന്നും നമ്മൾ വിളിച്ചാൽ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും കോഴി എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ ഒന്നും പെടുത്തേണ്ട ഒരു കാര്യമൊന്നുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വലിയ സ്നേഹത്തിന്റെ കട നടത്തുകയാണ്. അതിൽ ആ കടയിലേക്ക് ഒരാളെ മാത്രമല്ല കഴിച്ചത്, ഒരുപാട് പേരെ ഒരേ സമയം കയറ്റിയതാണ് അയാൾക്ക് വന്നിട്ടുള്ള വലിയ പാകപ്പെട. അതൊരു പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള അയാളുടെ ഒരു വൈകൃതമാകാം, അല്ലെങ്കിൽ അവന്തിയോടൊന്നും ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ ചില ആളുകളോട് തുടർച്ചയായി ഈ വർഷങ്ങളോളം ഇങ്ങനെയുള്ള ഒരു ബന്ധം സൂക്ഷിക്കുന്നു, ചിലരെ കൃത്യമായി ട്രാഫിൽ പെടുത്തുന്നു. ലൈക്ക് കടയേറ്റം ഒരു വേട്ടക്കാരനെ പോലെ ഇയാൾ ഹണ്ട് നടത്തുകയാണ്. ഇയാളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ലൈംഗികത മാത്രമാണ്. അതിനുവേണ്ടിയുള്ള ഒരു ട്രാപ്പ് ഇയാൾ സെറ്റ് ചെയ്യാണ്. ആ ട്രാപ്പ് എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ കടയാണ്. ആ സ്നേഹത്തിന്റെ കടയിലേക്ക് വിളിച്ചു കയറ്റുന്നു, സ്നേഹം കൊടുക്കുന്നു. അതിനുശേഷം ഈ ട്രാപ്പിലേക്ക് പെട്ടുപോകുന്ന പെൺകുട്ടികൾക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഞാൻ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നുള്ളതിൽ ആ കുട്ടിയുടെ പരാതി വന്നിട്ടില്ല. അപ്പോൾ പരാതി വരാതെ സെറ്റ് ചെയ്യാൻ എനിക്കറിയാം, അല്ലെങ്കിൽ എന്റെ കൂടെയുള്ള എന്നെ സംരക്ഷിക്കുന്ന ആളുകൾക്ക് അറിയാം. ആ ഒരു പൂർണ്ണ ബോധ്യമുള്ള ആളുകൾക്ക് അങ്ങനെ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് കോഴിയൊന്നും വിളിച്ചാൽ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും കോഴി എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ ഒന്നും പെടുത്തേണ്ട ഒരു കാര്യമൊന്നുമില്ല. കോഴിയല്ല, ഗിരിരാജൻ കോഴി ഒന്നും വിളിക്കാൻ പറ്റില്ല. കോഴിയൊന്നും അങ്ങനെ നമ്മൾ കോഴിയാക്കി നമ്മൾ അല്ലെങ്കിൽ കോഴിത്തരമാക്കി നമ്മൾ കളയാൻ പാടില്ല. ഇതെന്ന് പറയുന്നത് ഇതൊരു ക്രൈമാണ്. ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റ് ഉള്ള ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ്. വെറും ഒരു മാധ്യമ വാർത്തയുടെ മാത്രം അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഒരാളെ ഇങ്ങനെ വലിച്ചീറി ഒട്ടിക്കുന്നത്. ഇപ്പൊ ഗർഭം ധരിച്ച ആളിനോ ഗർഭം ധരിപ്പിച്ച ആളിനോ യാതൊരുവിധ പരാതിയില്ല. ഇപ്പോ എന്റെ സംശയം ഇത്രയും മിങ്ങിപ്പൊട്ടുന്ന ഇത്ര രോഷാകുലിയാകുന്ന സുജയ പാർവതിയാണോ ആ ഇരയായ മാധ്യമ പ്രവർത്തക എന്നാണ്. കാള വെട്ടുന്ന കേടിനെ കയറെടുക്കുന്ന സുജയ പാർവതി, നിങ്ങളൊക്കെ വെറും മഞ്ഞപ്പത്രത്തിന്റെ ലെവലിലോട്ട് താഴ്ന്നു പോകുന്നുണ്ട്. നിങ്ങളുടെ ഈ ചർച്ചയൊക്കെ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ സമൂഹത്തിന് ഏറ്റവും വലിയൊരു വിപത്താണ് നിങ്ങളുടെ ഈ റിപ്പോർട്ട് ചാനൽ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാനാണ് നിങ്ങൾ ഈ പേക്കൂത്തൊക്കെ ചെയ്യുന്നതെങ്കിൽ ഇന്ന് പല പാർട്ടിയിലെയും പല രാഷ്ട്രീയ നേതാക്കന്മാരും ഈ പെൺ വിഷയത്തിൽ സാമൂഹിക സേവനം എല്ലാം ഉപേക്ഷിച്ച് വീട്ടിലിരിക്കേണ്ടവരായിരുന്നു. കോഴി എന്നും കാട്ടുകോഴി എന്നും ഗിരിരാജൻ കോഴി എന്നൊക്കെ വിളിച്ച് ഒരു പുരുഷനെ അധിക്ഷേപിക്കുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ വീട്ടിലെ പുരുഷന്മാരുടെ പിറകെ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ മതി. അന്നേരം മനസ്സിലാവും നമ്മുടെ നാട്ടില് എത്ര കോഴിയും എത്ര നാട്ടുകോഴിയും എത്ര കാട്ടുകോഴിയും എത്ര കാടക്കോഴിയും ഒക്കെ ഉണ്ടെന്ന്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമപരമായിട്ടുള്ള തെറ്റുകളൊന്നും ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ഇല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ ഇത്രയും വളച്ചൊടിച്ച് നശിപ്പിക്കുന്നത് ഒരു പുരുഷന്റെ ഒരു മനുഷ്യന്റെ ജീവിതമല്ലേ? സുജയ പാർവതി, നിങ്ങളുടെയൊക്കെ ന്യൂസ് ചാനലൊക്കെ നമ്മൾ എന്ത് വിശ്വസിച്ചാണ് കാണേണ്ടത്?